अगला चौथा प्रश्न देखिए, किन्हीं 3 मुहावरों का अर्थ हिंदी में लिखकर अलग अलग वाक्यों में प्रयोग कीजिए. ഏതെങ്കിലും 3 മുഹാവര എന്ന് പറഞ്ഞാൽ ശൈലിയാണ്. ഏതെങ്കിലും 3 ശൈലിയുടെ അർത്ഥം ഹിന്ദിയിൽ എഴുതിയിട്ട് വേറെ വേറെ വാക്യങ്ങളിൽ പ്രയോഗിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചുവടെ 4 മുഹാവര തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 എണ്ണം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഇത് ഒന്ന് നമുക്ക് നോക്കാം. वहाँ पर जो लिखा है ढंग रह जाना वो गलत है, दंग रह जाना. ഓക്കെ, ദങ്ക് രഹജാന എന്നതാണ് ശരി. ദങ്ക് രഹജാന എന്നതിൻ്റെ അർത്ഥം വരുന്നത് ആശ്ചര്യചകിത് ഹോന എന്നതാണ്. അതായത് വണ്ടറായി നിൽക്കുക, സ്തംഭിച്ച് നിൽക്കുക, അല്ലെങ്കിൽ അമ്പരന്ന് നിൽക്കുക എന്നെല്ലാം പറയും. അപ്പോൾ ഈ മുഹാവര വെച്ചിട്ട് എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക? तो देखिए, आपके लिए एक वाक्य इस प्रकार है. भिक्षुक को लॉटरी मिलने पर गांव के सभी लोग दंग रह गए. तो पहला वाक्य इस प्रकार आई है. और മറ്റൊരു സെൻറ്റൻസ് കൂടെ ഞാനിവിടെ പറയാം. जो लड़के अच्छी तरह नहीं पढ़ते थे उसको सरकारी काम मिलने पर गांव के सभी लोग दंग रह गए. ठीक है, तो इसी प्रकार आपको अलग अलग वाक्यों बनकर लिखना है, ये दंग रह जाना मुहावरा रखकर. ठीक है. देन അടുത്തത് നോക്കിക്കേ, गागर में सागर भरना. तो उसका अर्थ इस प्रकार होती है, थोड़े शब्दों में बड़ी बात कहना. ചെറിയ വാക്കുകളിൽ വലിയ കാര്യങ്ങൾ പറയുക. ഓക്കെ, അതാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ദെൻ എങ്ങനെയാണ് സെൻറ്റൻസിൽ ഈ ഒരു മുഹാവര പ്രയോഗിക്കുക? तो देखिए, आपके लिए एक उदाहरण इस प्रकार आए हैं. कविता की केवल 2 पंक्ति पढ़कर मुझे ऐसा लगा कि कवि सागर में गागर भरने वाला है. फिर एक और उदाहरण भी है. देखिए, नेताओं की भाषण सुनकर सभी लोग उत्साहित हो जाते हैं, इन्हें कहते हैं गागर में सागर भरना. ठीक है, तो इसी प्रकार आपको भी अन्य वाक्य लिखना चाहिए. ठीक है. देन अगला मुहावरा देखिए, अंधे की लकड़ी. अंधे की लकड़ी का मतलब इस प्रकार है, एकमात्र सहारा, ഒരേ ഒരു സഹായം എന്നതാണ് ഈ ഒരു മുഹാവരയുടെ അർത്ഥമായിട്ട് വരുന്നത്. तो किस प्रकार एक वाक्य ये मुहावरा लिखकर बनेंगे? तो देखिए, इस प्रकार है. राजू अब छोटा बेटा है, जो बुढ़ापे में मुझे आंधे की लकड़ी है. ठीक है. देन एक और भी है उदाहरण, बाढ़ में खेत बर्बाद हो गए, तो अब सरकारी मदद ही हमारे लिए आंधे की लकड़ी है. ओके. फिर അടുത്ത മുഹാവര നോക്കിക്കേ, ഈദ് കാ ചാന്ദ് ഹോന. ഈദ് കാ ചാന്ദ് ഹോന എന്നതിൻ്റെ അർത്ഥം വരുന്നത് ബഹുത് ദിനോ പർ ദിക്കായി പഠന, ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കാണുക എന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ദെൻ എങ്ങനെയാണ് ഈ ഒരു മുഹാവര വെച്ചിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കുക? तो देखिए, आपके लिए एक 2 वाक्य इस प्रकार आई है. देखिए, रमेश तो ईद का चांद हो चुका है, सो नज़र ही नहीं आता है. ठीक है. एक और उदाहरण है. देखिए, सुनिए, चुनाव के बाद हमारे एमएलए ईद का चांद है, कम ही नज़र आता है. ठीक है. तो इसी प्रकार से आपको इस प्रश्न में केवल 3 मुहावरा लेकर आपको इसकी जो अर्थ क्या है और वो कैसे वाक्य में प्रयोग करते हैं, है ना. तो इसी प्रकार की जो चर्चा आप करके लिख सकते हैं. मैंने जो कहा है आपके सम्मुख, तो उसी प्रकार आपको ये मुहावरा लेकर करना है. ठीक है. अगला 5वां सवाल देखिए, किसी एक लोकोक्ति का अर्थ 5 वाक्यों में स्पष्ट कीजिए. ലോകോക്തി എന്ന് പറഞ്ഞാൽ പഴഞ്ചൊല്ലാണ്. ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം 5 വാക്യങ്ങളിലായി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചുവടെ 3 ലോകോക്തി കൊടുത്തിട്ടുണ്ട്. ഓരോന്നും നമുക്ക് നോക്കാം.
ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഒരു ലോകോക്തി എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാമാണ് ലോകോക്തി എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. അന്ധോ മേ കാന രാജ. ഓക്കെ, സോ അന്ധോ മേ കാന രാജ എന്ന് പറഞ്ഞാൽ ഗുണഹീനോ മേ ഥോഡ ഗുൺ വാല ശ്രേഷ്ഠ, അല്ലെങ്കിൽ അജ്ഞാനിയോ മേ അല്പജ്ഞാൻ വാല സമ്മാൻ കെ പാത്ര ഹോത്താ ഹേ. ഓക്കെ, അതായത് ഒരു അറിവും ഇല്ലാത്തവരിൽ കുറച്ച് അറിവ് ഉള്ളവനാണ് ആദരവ് ലഭിക്കുക, അല്ലെങ്കിൽ അവരാണ് ശ്രേഷ്ഠൻ ആവുക. ഓക്കെ, तो मूर्खों के बीच में അല്പജ്ഞാൻ വാലാ ഹി ശ്രേഷ്ഠ ഹോ ജാത്തെ ഹേ എന്നെല്ലാം അതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. ദെൻ അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. अपने अशिक्षित परिवार में रमेश हाई स्कूल पास करके अंधों में काना राजा बना हुआ है. ഓക്കെ, അതായത് ഇവിടെ എന്താണ്, അതായത് അയോഗ്യമായിട്ടുള്ള വ്യക്തികൾ അല്ലേ, അതായത് യോഗ്യമല്ലാത്ത വ്യക്തികൾക്കിടയിൽ കുറച്ചെങ്കിലും യോഗ്യതയുള്ളവനാണ് കൂടുതൽ യോഗ്യൻ എന്നതാണ് ഈ ഒരു ലോകോക്തിയുടെ അർത്ഥം. ഓക്കെ, അയോഗ്യ വ്യക്തിयों के बीच और उसके मध्य कम योग्य भी ज़्यादा योग्य बनता है. ठीक है, तो उसी का अर्थ पहला लोगोक्ति में निकलते हैं. देन ഒരു ഉദാഹരണം കൂടി ഞാൻ ഈ ഒരു ലോകോക്തിക്ക് വേണ്ടി പറയാം. अध्यापक कक्षा में हिंदी व्याकरण में भूतकाल के नियम बताने के लिए कहा. कोई नहीं जानते थे, राधा को थोड़ा जानकारी जानती थी, जो कहकर वो अंधों में काना राजा बन गई. ठीक है, फिर अगला देखिए, काला अक्षर भैंस बराबर. तो इसके जो अर्थ इस प्रकार निकलते हैं. बिल्कुल अनपढ़ व्यक्ति, बिल्कुल अनपढ़ व्यक्ति, ഒന്നും അറിയാത്ത ഒരാൾ. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കൊണ്ടുവരാം. നോക്കിക്കേ, രാഹുൽ तो अखबार भी नहीं पढ़ सकता, वो तो काला अक्षर भैंस बराबर है. അതായത് രാഹുലിന് പത്രം വായിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് അവനെ നമുക്ക് എന്താ പറയാം, ബിൽക്കുൽ അൺപഡ് വ്യക്തി, യാനി കാല അക്ഷർ ബൈൻസ് ബരാബർ എന്ന ലോകോക്തി ആ ഒരു സെൻറ്റൻസിൽ, ആ ഒരു വാക്യത്തിൽ നമുക്ക് കൊടുക്കാം. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. बैंक वाले ने खाता गुलवाने के लिए रमेश को एक फॉर्म दिया. रमेश ने कहा, भैया इसे तो तुम खुद ही भर दो, मेरे लिए तो ये काला अक्षर बाइंस बराबर है. ഓക്കെ, അതായത് കാല അക്ഷർ ഭൻസ് ബരാബർ എന്ന ലോകോക്തിയുടെ അർത്ഥം എന്താണ് വരുന്നത്, ബിൽക്കുൽ അൺപഡ് വ്യക്തി, ഒന്നും അറിയാത്ത ഒരാൾ. ഓക്കെ, ഒന്നും അറിയില്ല, അതാണ്. फिर अगला जो तीसरा जो लोकोक्ति इस प्रकार आए हैं. अधजल गगरी झलकत जाए. अधजल गगरी झलकत जाए. ठीक है, तो इसका जो अर्थ इस प्रकार निकलते हैं. ज्ञान कम होता है, वो दिखावा अधिक करता है. അതായത് അറിവ് കുറച്ച് മാത്രമേ ഉള്ളൂ, പക്ഷെങ്കിൽ അത് പ്രകടിപ്പിക്കുന്നത് ഒരുപാട് ഉള്ളത് പോലെയാണ്. അറിവ് പ്രകടിപ്പിക്കുന്നത്, മറ്റുള്ളവരോട് പ്രകടിപ്പിക്കുന്നത് ഒരുപാട് എനിക്കറിവുണ്ട് എന്ന രീതിയിലാണ്. ഓക്കെ, സോ അതാണ് അത്ചൽ ഗഗരി ഝൽക്കത്ത് ജായ് എന്ന ലോകോക്തിയുടെ മീനിങ് വരുന്നത്. സോ ഉദാഹരണം നോക്കിക്കേ. वैष्णवी 10वीं पास हुई है, लेकिन बात ऐसे करती हैं जैसा ऊंची ऊंची शिक्षाएं प्राप्त कर ली है. इसे ही कहा जाता है अधजल गगरी झलकत जाए. फिर एक और उदाहरण आपके लिए है. देखिए, सीता को कपड़ा पहनने का पता भी नहीं है, लेकिन कपड़ों के बारे में ऐसे बात करती है जैसे एक फैशन डिज़ाइनर हो. यही है सीता तो അദ്ജൽ ഗഗരി ഝൽക്കത്ത് ജായേ ഹെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ജ്ഞാൻ കുറവാണ്, ഇവർ പഠിച്ചതെല്ലാം കുറവാണ്, എന്നിട്ടും ഉസ്കി ജോ ദിഖാവാ ഹെ അല്ലേ, അവർ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നത് വലുത് എന്തോ കിട്ടിയതുപോലെയാണ്, ഞാൻ വലുത് എന്തോ നേടി എന്നതുപോലെയാണ് അവർ പുറത്തോട്ട് പ്രകടിപ്പിക്കുന്നത്. കേട്ടോ, तो वो ही है इस लोगोक्ति का अर्थ. अज्जल गगरी झलकत जाए है, ज्ञान कम होता है, फिर वो दिखावा अधिक करता है. ठीक है, तो
तो इसी क्रम के अनुसार और इस मीनिंग यानी इस अर्थ रखकर आपको ये वाक्य लिखना है, केवल एक लोकोक्ति चुनकर। ठीक है।